ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഗ്യാബിസ് വേളിലേക്ക് സ്വാഗതം. ഞാൻ ബാക്സി തോമസ്. ഇന്നത്തെ വീഡിയോ പൂക്കളോട് കൂടിയ ഹൈബ്രിഡ് ബോഗൺവില്ല ചെടികളുടെ സെയിൽ വീഡിയോ ആണ്. 5 വെറൈറ്റി ബോഗൺവില്ല ചെടികളാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഒരു തണ്ടിൽ തന്നെ 3 കളർ 4 കളറൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗൺവില്ല ചെടികളുടെ വീഡിയോ പിന്നീട് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഫയർ ഓപ്പൽ, റൂബി റെഡ്, ഫ്ലെയിം റെഡ്, ഇതിൻ്റെയൊക്കെ വീഡിയോ അടുത്ത ആഴ്ച ഉണ്ടാവും. സ്റ്റോക്ക് എത്താനുണ്ട്. സ്റ്റോക്ക് എത്തിയോടെ തന്നെ മിക്കവാറും അടുത്ത ആഴ്ച തന്നെ അതിൻ്റെ വീഡിയോ ഉണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ 5 വെറൈറ്റി ബോഗൺവില്ല ചെടികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ സാമ്പിളാണ്, ഓരോന്നിൻ്റെ സാമ്പിളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്നിൻ്റെയും 40 എണ്ണം വീതമാണ് ഉള്ളത്. ഈ മഞ്ഞ മാത്രം ഒരു 10 എണ്ണം ഉള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെയും 40 എണ്ണം സ്റ്റോക്ക് ഉണ്ട്. ഇതിൻ്റെ ഓരോ സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ബോഗൺവില്ല ചെടികൾ മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലത്തോടുകൂടി പൂത്തു തുടങ്ങും. അടുത്ത മഴക്കാലം വരെയാണ്, അങ്ങനെ ഒരു 6 മാസക്കാലമാണ് പൂവിടുന്നത്. അപ്പം ഈ ഒരു മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൂക്കൾ ഉണ്ടാവില്ല. അപ്പോൾ മഴക്കാലം തുടങ്ങി കഴിയുമ്പോഴേക്കും അതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൂൺ ചെയ്യേണ്ടത് ആഗസ്റ്റ് മാസത്തിലാണ്. ആഗസ്റ്റ് മാസത്തിൽ പ്രൂൺ ചെയ്തിട്ട് ഫോസ്ഫറസ് അടങ്ങിയ വളമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ എല്ലുപൊടി ആയിരിക്കും ഏറ്റവും നല്ലത്. എല്ലുപൊടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത വേനൽക്കാലത്തോട് നന്നായി പൂത്തു തുടങ്ങും. പിന്നെ ഇത് നനയുടെ കാര്യം ശ്രദ്ധിക്കണം. ബോഗൺവില്ല ചെടിക്ക് അധികം നന കൂടരുത്. നന കൂടിയാൽ ഇലകളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക, പൂക്കൾ കുറയും. അപ്പം നന നോക്കി വേണം നനക്കാനായിട്ട്. അധികം നന ആവശ്യമില്ലാത്ത ചെടിയാണ് ബോഗൺവില്ല ചെടി. ഈ 8 എല്ലാം തന്നെ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ സെയിൽസിൽ 5 വെറൈറ്റിയും ഈ 8 ഇഞ്ച് പോട്ടിൽ പിടിപ്പിച്ച ചെടികളാണ്. ഇത് പിങ്ക് ബ്യൂട്ടി 140 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. 140 റുപ്പീസിനാണ് ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത്. എട്ടിഞ്ച് പൊട്ടി തന്നെ പിടിപ്പിച്ച ചെടിയാണ് പൂഞ്ഞ വൈറ്റ്. ഈ വലുപ്പത്തിലുള്ള ചെടി സെയിൽ ചെയ്യുന്നത് 160 രൂപയ്ക്കാണ്. 160 റുപ്പീസിനാണ് ഈ വലുപ്പത്തിലുള്ള ചെടി സെയിൽ ചെയ്യുന്നത്. ഇതാണ് യെല്ലോ, മഞ്ഞ കളറല്ല ബോഗൺവില്ല, ഹൈബ്രിഡ് ബോഗൺവില്ല. ഈ വലുപ്പത്തിലുള്ള ചെടി വിൽക്കുന്നത് 160 രൂപയ്ക്ക്, 160 റുപ്പീസിനാണ്. ഇത് മാത്രമാണ് 10 എണ്ണം ഉള്ളൂ. ബാക്കിയെല്ലാം 40 എണ്ണം വീതം. ഓരോ പ്ലാന്റും 40 എണ്ണം വീതമുണ്ട്. ഇത് മാത്രം 10 എണ്ണം ഉള്ളൂ കേട്ടോ. 160 രൂപ, 160 റുപ്പീസ്. ആലിലക്കണ്ണൻ എന്താ ഈ വലുപ്പത്തിലുള്ള ചെടി വിൽക്കുന്നത് 200 രൂപയ്ക്കാണ്. 200 റുപ്പീസിനാണ് ഈ വലുപ്പത്തിലുള്ള ചെടി വിൽക്കുന്നത്. ഇതിൻ്റെ ലീഫ് ആലില പോലെ എന്നാ പറയണ്ട ഇരിക്കും. ഉണ്ടാ മറ്റു ലീഫിനെക്കാളും ഇത്തിരി കൂടി ഗ്രീൻ കളറും നല്ല കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. പ്രത്യേക ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് ആലിലക്കണ്ണൻ ഇതിന് പറയുന്നത്. സിംഗപ്പൂർ പിങ്കിന്റെ ഈ വലിപ്പത്തിലുള്ള ചെടി കണ്ട. ഈ വലിപ്പത്തിലുള്ള ചെടി 230 രൂപയ്ക്ക്, 230 റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. എല്ലാം പൂവുണ്ട്. ഇതിന്റെ പൂവിന്റെ പ്രത്യേകത ഇത്ര എല്ലാം വലിപ്പമുള്ള പൂവാണ് കണ്ട. എല്ലാം പൂവിട്ട് തുടങ്ങിയതാണ് കണ്ട. ഇതിലൊക്കെ നിറച്ച് മൊട്ടാണ്. എല്ലാത്തിലും മൊട്ടുകളുണ്ട് കണ്ട. നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ്. 230 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. ഇപ്പം ഈ പൂക്കളൊന്ന് വാടിക്കഴിഞ്ഞാൽ ഈ പൂക്കളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഈ വേനൽക്കാലത്ത് തന്നെ പൂവിടും. പൂ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. വേനൽക്കാലത്ത് തന്നെ വീണ്ടും പൂവിടും. പിന്നെ ഇതിപ്പം നേരിട്ട് വാങ്ങുന്ന ഒരു ചട്ടിയിൽ തന്നെ കൊണ്ടുപോകുമല്ലോ, പോട്ടോടുകൂടി കൊണ്ടുപോകും. അങ്ങനെയുള്ളവർക്ക് പോട്ട് അനക്കാതെ വെച്ചാൽ മതി. പിന്നെ നമ്മൾ അടുത്ത മഴക്കാലം വരുമ്പോൾ റീപോർട്ട് ചെയ്താൽ മതി. അതുവരെ നമ്മൾ ഈ പോട്ടിൽ തന്നെ ചെടി നിർത്താം. മഴക്കാലത്തോടുകൂടി മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ല, മഴക്കാലം വരുമ്പോഴാണ് ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. പിന്നെ ആഗസ്റ്റ് മാസം പ്രൂൺ ചെയ്ത് കൊടുത്ത് വളം ഇട്ട് കൊടുക്കുക. അടുത്ത വേനൽക്കാലത്ത് നന്നായി പൂക്കും. പിന്നെ നനയുടെ കാര്യം അധികം നനക്കാതിരുന്നാൽ നന്നായി നിറച്ച് പൂവായിട്ട് നിൽക്കും. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് നമുക്ക് ഈ 5 വെറൈറ്റി ഹൈബ്രിഡ് ബോഗൺവില്ല ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്.
പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. നമ്മുടെ DTDC കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റുകൾ അയക്കാറ്. പക്ഷേ ഇത്തിരി മണ്ണിന് കനമുണ്ട്. അധികം മണ്ണ് മാറ്റാൻ പറ്റില്ല. മണ്ണ് അധികം മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടി പിടിച്ച് കിട്ടില്ല. അപ്പം അധികം മണ്ണ് മാറ്റാതെ വേണം നമ്മൾക്ക് പ്ലാന്റുകൾ അയക്കാൻ. അപ്പോൾ കൊറിയർ ചാർജ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പം നേരിട്ട് വന്ന് എടുക്കാൻ പറ്റുന്നവർ ഏറ്റവും നല്ലത് നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാത്തവർക്ക് DTDC കൊറിയർ സർവീസ് വഴി നമ്മൾ അയച്ചു തരും. DTDC കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ അയക്കാറ്. നേരിട്ട് വന്ന് എടുക്കാൻ പറ്റുന്നവർക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് നമ്മുടെ നഴ്സറി. നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ്. അടുത്ത ഇനി മൾട്ടിഗ്രാഫ്റ്റിന്റെ വീഡിയോ വരുന്നുണ്ട്. പിന്നെ റൂബി റെഡ്, ഫ്ലെയിം റെഡ്, ഫയർ ഓപ്പൽ, അതിൻ്റെയൊക്കെ സെയിൽ വീഡിയോ അടുത്ത ആഴ്ച ഉണ്ടായിരിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.